Hello, welcome to market discussion of the day. Today, April 16, 2026. Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേസിക്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവലിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. സോ ബേസിക്കലി രാത്രി 8:30 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും, മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ്സസ് നടക്കുന്നത്. ഓക്കെ, സോ ക്ലാസ്സിൻ്റെ ഓൾറെഡി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിന് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്താ പറയുക, ബാക്കി കാര്യങ്ങൾ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മളുടെ മുന്നിൽ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ കലണ്ടർ, എക്കണോമിക് കലണ്ടറാണ് ഇരിക്കുന്നത്. സോ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്ന് രാവിലെ 11:30 മണിക്ക്, ഓക്കെ, സോ ഏകദേശം ഒരു 9 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജി ഡി പി അനൗൺസ്മെൻറ്റ് ഉണ്ട് നമ്മുടെ ജി ബി പിന്ന്. ഓക്കെ, സോ ജി ബി പിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അതിന് മുന്നേ ആയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞ് തീരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ആ ഒരു ന്യൂസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ ജി ഡി പി അനൗൺസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക നമ്മുടെ ജി ബി പിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, സോ അതിന് ശേഷം നമുക്ക് ജി ബി പിന്ന് കുറേ ന്യൂസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 11:30 മണിക്ക് ഒരുപാട് ന്യൂസുകൾ ജി ബി പി ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. സോ ജി ബി പിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, വൈകുന്നേരം 6 മണിക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ന്യൂസാണ്. സോ ആ ഒരു സമയത്ത് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. പ്രത്യേകിച്ച് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ച് ഉണ്ട്. IMFൻ്റെ മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, സോ IMFൻ്റെ മീറ്റിംഗ് Day 4 ആണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്കെൻഡോടുകൂടി എന്തൊക്കെയാണ് മീറ്റിങ്ങിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ന്യൂസുകൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയുക, ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കും എന്നല്ലാതെ ഒരു ഡയറക്ഷണൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അറിയില്ല. ഓക്കെ, സോ നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെയും വലിയ ഭയങ്കരമായ ഇമ്പോർട്ടൻറ്റ് ന്യൂസൊന്നുമില്ല. ഓക്കെ, FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ച് ഉണ്ട്, IMFൻ്റെ മീറ്റിംഗ് ഉണ്ട്. സോ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇന്നലെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ടോക്സ് ബിറ്റ്വീൻ US ആൻഡ് ഇറാൻ തയ്യാറായിട്ടുണ്ട്. ഓക്കെ, അത് നടപ്പിലാക്കാൻ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ ഒരു എന്താ പറയുക, ഒരു ഡീലിലോട്ട് വന്ന് ഈ ഒരു വാർ എൻഡ് ആക്കാനായിട്ടുള്ള രീതിയിലുള്ള ഒരു മീറ്റിംഗ് ഇതിന് 2 രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് ബേസിക്കലി ഗോൾഡിനെ താഴോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക, ഈ ചാർട്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഈ ചാർട്ട് ഓടുന്നില്ല. എൻ്റെ മറ്റേ ട്രേഡർ 5 വീണ്ടും എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ചാർട്ടിലോട്ട് പോവാം. സോ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഓൾമോസ്റ്റ് 4,872 ഇന്നലെ രാവിലെ പോയതാണ്. ഓക്കെ, സോ അതിനുശേഷം മാർക്കറ്റ് താഴെ പോയി 4,700. ഇന്നലെ നമ്മൾ പറഞ്ഞ ബൈ പോയിൻ്റ് ആണ് 4,700 അല്ലേ. സോ 4,800 അടുത്തൊക്കെ വന്ന് വീണ്ടും ഒരു എന്താ പറയുക, ഒരു ക്യാൻഡിലിൻ്റെ ബോഡി പോലും ഒരു ഒറ്റ ക്യാൻഡിൽ എന്താ പറയുക, നമുക്ക് 4,800 താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല. സോ 4,800 ഉറപ്പായിട്ടും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ ഷിപ്പിംഗ് ബ്ലോക്കേഡ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഓയിലിൻ്റെ ഫ്ലോ കുറയുന്നു, സോ ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നു എന്നൊക്കെയുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇന്നലെ നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് പോയതാണ്. സോ ലാസ്റ്റ് 24 hours ഡോളർ ഇൻഡെക്സ്, US ഡോളർ ഇൻഡെക്സിൻ്റെ വാല്യൂ കുറഞ്ഞു. സോ വാല്യൂ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ബാക്കിയുള്ള രാജ്യങ്ങളിൽ US ഡോളറിൻ്റെ വാല്യൂ കുറയുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഗോൾഡ് വാങ്ങാനായിട്ട് എന്താ പറയുക, ലെസ് എക്സ്പെൻസീവ് ആവും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങൾ. വേറെ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും ലാസ്റ്റ് 24 hours നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡിൻ്റെ എന്താ പറയുക,
ഗോൾഡ് ഇന്നപ്പോഴത്തെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 4825 റേഞ്ചിൽ നിൽക്കുന്നു. ഓക്കെ, സോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി 4800 നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഒരു എന്താ പറയുക 4775 താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, സോ ഒരു പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4850 മുകളിലായിട്ട് 1 അവർ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു 4 അവർ ക്യാൻഡിൽ തുടങ്ങി അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ ഒരു ബ്രേക്ക് ഔട്ട് ബൈയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ 4850 അവിടുന്ന് പ്രൈസ് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് സെല്ലെടുക്കുമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഓക്കെ, കാരണം മാർക്കറ്റ് അപ് ട്രെൻഡാണ്. ഓക്കെ, സോ അവിടുന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ 4850 അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അത് 4820 താഴെയും ഡ്രോപ്പ് ആവുന്നത് നമ്മൾ കണ്ടാൽ ഒരു ഷോർട്ട് ടേം ഒരു എന്താ പറയുക ഷോർട്ട് ടേം ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം ടുവേർഡ്സ് 4780. ഓക്കെ, സോ 4780 അവിടെയൊക്കെ കിട്ടിയാൽ ഉറപ്പായിട്ടും അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്, തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ നേരെ നമ്മൾ GBP USDയിലോട്ട് പോവാം. GBP USDയിൽ നമ്മൾ നോക്കുമ്പോൾ 1.3570 നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി നമുക്കൊരു നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളതൊരു പുൾ ബാക്ക് കിട്ടി 1.3500 to 1.3520 ഇടയ്ക്ക് എവിടെ കിട്ടിയാലും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ നമുക്കൊരു സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ട് 1.3600 എന്ന് പറയുന്ന പ്രൈസിൻ്റെ അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൊണ്ട് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ യൂറോ USD നമ്മൾ ഇന്നലെയും പറഞ്ഞു, യൂറോ USD നമുക്ക് എന്താ പറയുക ട്രെൻഡ് അപ്പാണ്. പക്ഷേ എന്നിരുന്നാലും 1.1800 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസിൻ്റെ അവിടെ പ്രോപ്പറായിട്ട് റെസിസ്റ്റ് ആവും. സോ അവിടുന്ന് സെല്ലെടുക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സെല്ലെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 1.1800 അപ്പോൾ ആ സെല്ല് അവിടെ നിൽക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഒരു 1.1750 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള യൂറോയിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്ക് എന്താ പറയുക യൂറോയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും. അൺസർട്ടൺ ആണ് ആക്ച്വലി യൂറോ എന്ന് പറയുന്നത്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പ്രത്യേകിച്ച് എന്താ പറയുക ഓയിലിൻ്റെ പ്രൈസ് കൂടിയത് കൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും യൂറോ ചിലപ്പോൾ ഒറ്റയടിക്കൊക്കെ താഴെ വീഴാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക, കഴിവതും യൂറോയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം 1.1800 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നിൽക്കുകയാണ്. വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ റിസ്ക് എടുത്ത് നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 1.1800 അവിടുന്ന് സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യും. ഇന്നലെ പറഞ്ഞ അതേ സ്ഥലത്ത് നിന്ന് സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനുള്ളത്. വേറൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തൽക്കാലം പറയാനായിട്ടില്ല യൂറോയിൽ. ഓക്കെ, സോ USD JPY വരുമ്പോൾ 158.842 നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ എന്താ പറയുക നമ്മൾ ഇന്നലെയും പറഞ്ഞ 159.20 അവിടെ നിന്നൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, നമുക്ക് അതേപോലെ ബൈ ഓപ്പർച്യൂണിറ്റി 158 അവിടെ വീണ്ടും കിട്ടിയാൽ 158.40 158.20 റേഞ്ചിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം നമ്മുടെ USD JPY എന്ന് പറയുന്നത്. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമുക്ക് 159.20 അവിടെ നിന്നൊക്കെ അവിടെ സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ സെല്ല് റിസ്ക്കിയാണ്. 158.20 അവിടെ നിന്നൊക്കെ ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ എന്താ പറയുക വീണ്ടും നമ്മളുടെ ഗോൾഡ് 4800 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗോൾഡിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ട് നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.